നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ട്രേഡിൻ്റെ അനാലിസിസിലൂടെ പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ബാങ്ക് നിഫ്റ്റി 48,100 PE ആയിരുന്നു വാങ്ങിച്ചിട്ടുള്ളത്. 11.25 വാങ്ങിച്ചു. ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 122 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 80 രൂപ ആ റേഞ്ചിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത സമയത്ത് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ട്രേഡിൽ അറ്റ്ലീസ്റ്റ് ഈ 122 വാങ്ങിക്കുകയും അതൊരു 1:2 റിസ്ക് റിവാർഡിലൊക്കെ 1:2 മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. 280, 216 റേഞ്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രോഫിറ്റ് ആക്ച്വലി അവിടെ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് അല്ലായിരുന്നു, കുറച്ചും കൂടെ കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു 80 രൂപ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്ത് ഈ ട്രേഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ട്രേഡ് എടുക്കാനുള്ള റീസണാണ് നമുക്കിന്ന് ലോജിക്കലായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ബാങ്ക് നിഫ്റ്റിയിലോട്ട് ചാർട്ടിൽ പോകുന്നതിന് ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസം ചെയ്യുന്നത് പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് നിഫ്റ്റിയിലോട്ട് നോക്കിയിട്ട് വരാം. യെസ്, നിഫ്റ്റി നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റിൽ ഒരു അൺസർട്ടണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ വിക്സ്, ഇന്ത്യ വിക്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ 52 വീക്ക് ഹൈ ലെവലിൽ റീച്ച് ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ കൂടുതലും അൺസർട്ടണിറ്റീസ് ഉണ്ട്. അപ്പോൾ പൊതുവേ ഈ വിക്സ് കൂടി നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് ഫാൾ ആവാനുള്ള പ്രോബിലിറ്റി അവിടെ കൂടുതലാണ്. അപ്പോൾ വിക്സ് ഇത്രയും ഇൻക്രീസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ബേസിക്കലി ഈ ഒരു ചാർട്ട് പാറ്റേൺ കാണുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാവും ഇതൊരു കഴിഞ്ഞ ദിവസം ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,400, അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽ ഉണ്ടായിരുന്നു 22,400. ആ ഒരു റേഞ്ച് എനിക്കൊരു ബിയർ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ച് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ പറയാനുള്ള റീസൺ, കാരണം ഇവിടെ ടെക്നിക്കൽ അനലൈസ് ഒക്കെ നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, ഒരു ബീറിഷ് ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നത്. ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ടൈപ്പ് ഓഫ് പാറ്റേൺ ഇവിടെ നിഫ്റ്റിയിൽ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു പാറ്റേണിൻ്റെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടെയാണിത്. അപ്പോൾ നിങ്ങൾ ഈ പാറ്റേൺ ജസ്റ്റ് ഇങ്ങനെ പാറ്റേൺ ഫോം ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ലോജിക്ക് എന്താണ് ശരിക്കും. ഇവിടെ വാങ്ങിച്ചവരും ഈ ബയ്യേഴ്സും അപ്പം ഇത്രയും ഈ റെസിസ്റ്റൻസ് കറക്റ്റ് 22,400 വരുമ്പോഴത്തേക്കും ഇവിടെ ബയ്യേഴ്സ് അഗ്രസീവായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ആ വാങ്ങിക്കുന്നതിനാണ് ഇത്രയും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു നെക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഈ ഒരു നെക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും അവരുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ അവിടെ സെല്ലേഴ്സും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ പാറ്റേൺ ജസ്റ്റ് കാണുന്നതിന് പകരം ജസ്റ്റ് എന്താണ് അവിടെ ലോജിക്കലി സംഭവിക്കുന്നത് കൂടെ ഒന്ന് തിങ്ക് ചെയ്താൽ മനസ്സിലാവാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു 22,400 എന്ന് പറഞ്ഞ റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലെവൽ ആദ്യം നിഫ്റ്റിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 22,400. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ ഈ ഒരു ലോയും നമുക്കൊന്ന് 1 അവറിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ഒരു സപ്പോർട്ട് സോണാണ് 22,145 മുതൽ 22,184. ഇതൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ള ലെവലാണ്. അപ്പോൾ ഇന്ന് കറക്റ്റ് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് റിവേഴ്സ് ആവുന്നത് നമ്മൾ കണ്ടു. 9:15 ഓപ്പൺ ചെയ്തു. കറക്റ്റ് 22,400 ഞാൻ മാർക്ക് ചെയ്ത അതേ ലെവൽ 22,184 ടച്ച് ചെയ്തിട്ട് റിവേഴ്സ് ആവുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ശരിക്കും ഒരു ബിയറിഷ് വ്യൂ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അങ്ങനെ ഒരു കോൾ സൈഡ് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പൊതുവേ ചെയ്യാറില്ല. ഞാൻ ബേസിക്കലി എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതായിരിക്കും മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് ശരിക്കും ഇവിടെ 22,184 ബ്രേക്ക് ചെയ്ത സമയത്താണ് ഞാൻ എൻട്രി എടുക്കാനിരുന്നത്. അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി, അല്ലാന്നുണ്ടെങ്കിൽ 22,400 റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന സമയത്ത് ഒരു ഷോർട്ട് എൻട്രി എക്സ്പെക്ട് ചെയ്തിട്ടാണ്ടിരുന്നത്. പക്ഷേ രണ്ടും സംഭവിച്ചില്ല. അപ്പോൾ നമുക്കൊന്ന് 5 മിനിറ്റ്സിലോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു ഏരിയയിൽ കറക്റ്റ് ഒരു പാറ്റേൺ ഫോം ചെയ്യുന്ന കൂടെ ഉണ്ടായിരുന്നു. ആ പാറ്റേൺ ഇന്ന് കറക്റ്റ് ഒരു നല്ലൊരു വോളറ്റൈൽ ഡേയും കൂടെ ആയിരുന്നു. കാരണം രണ്ട് സൈഡും നല്ലൊരു പ്രീമിയത്തിലൊക്കെ വളരെ വലിയൊരു വോളറ്റൈൽ മൂവ്മെൻറ്റ് കണ്ടു. അപ്പോൾ ഞാൻ നിഫ്റ്റിയിൽ ബേസിക്കലി ഈ ഒരു റേഞ്ച് എക്സ്പെക്ട് ചെയ്തിരുന്നു. ഈ റേഞ്ച് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എൻട്രി ഇല്ലായിരുന്നു. പിന്നെ ഈ 22,184 ഇത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എൻട്രി ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നിന്ന് തിരിച്ച് കയറി സപ്പോർട്ട് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു റേഞ്ച് മാർക്കറ്റ് രാവിലെ മുതൽ ഇങ്ങനെ ഒരു കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വളരെ ഒരു എന്താ പറയുക, ഒരു അധികം മാച്ച് അല്ലാത്ത രീതിയിലായിരുന്നു ഇന്നത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്യാനുള്ള ലെവൽ റീസൺ ബാങ്ക് നിഫ്റ്റിയിലും പോയി കഴിഞ്ഞാൽ ഞാൻ ബിയറിഷ് വ്യൂ ആണ്. രണ്ട് മാർക്കറ്റിൽ ബിയറിഷ് വ്യൂ ആയതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 48,300 ഞാൻ ഇന്നലെ മാർക്ക് ചെയ്ത ലെവൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു 48,100 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബേസിക്കലി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 48,000 ഈ ഒരു റേഞ്ച് 48,100 ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമേ തന്നെ ഈ ഒരു
അപ്സൈഡ് തന്നു, അതിനുശേഷം ബ്രേക്കൗട്ടായി. ശരിക്കും ഈ ഒരു 48,100 ബ്രേക്കൗട്ടായി. ഈ ഒരു സോണിൽ ശരിക്കും എൻട്രി എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ ഈ 9.25 നിഫ്റ്റിയുടെ അതേ വ്യൂ നോക്കുന്ന സമയത്ത് നിഫ്റ്റി കുറച്ചും കൂടെ ഒരു ബുള്ളിഷ് വ്യൂ ആയിട്ട് തോന്നി. കാരണം നിഫ്റ്റിയിൽ നല്ലൊരു ബൈയിങ് പ്രഷർ ഉണ്ടാവുന്ന പോലെ തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ബേസിക്കലി രണ്ടും നോക്കാറുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും നോക്കിയിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് എൻട്രി എടുക്കാൻ എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ടായില്ല. അതിനുശേഷം പിന്നെ ഈ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് തന്നെ കൺസോളിഡേറ്റ് ചെയ്യുന്നത് കണ്ടു. പിന്നീട് ഒരു പെട്ടെന്നൊരു ഫാളാണ് ഉണ്ടായത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു ബേറിഷ് സൈഡ് തന്നെ ഒരു ഫാൾ ഉണ്ടായി. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് വലിയൊരു ഫാൾ ഉണ്ടായി. പക്ഷേ ഇവിടെ ഒരു എൻട്രി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. കാരണം ഇത്രയും ഒരു ഫാളൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സിറ്റ് ചെയ്തേണ്ടി വരും. അപ്പോൾ ഈ ഒരു സമയത്ത് എൻട്രി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു റിസ്കി ആയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രീമിയം നല്ല രീതിയിൽ ഫാളാവുന്ന, അല്ലെങ്കിൽ പ്രീമിയം ഇത്രയും നല്ല ഒരു ഹൈക്കും അതുപോലെ തന്നെ താഴോട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എൻട്രി കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ തിരിച്ച് ഈ ഒരു റെസിസ്റ്റൻസ് ടച്ച് ചെയ്യുന്ന സമയത്തായിരുന്നു ഒരു എൻട്രി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എൻട്രി റെസിസ്റ്റൻസ് തിരിച്ച് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഈ ഒരു റേഞ്ച് ആയിരുന്നു, അതിൽ ഡേ ലോയിൽ റെസിസ്റ്റൻസ് ആയിരുന്നു നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് ആദ്യമേ ടച്ച് ചെയ്തു, ഇവിടെ എൻട്രി കിട്ടിയില്ല. അതിനുശേഷം ഈ ഒരു ക്യാൻഡിൽ വളരെ വലിയൊരു ഹൈക്ക് വന്നു. ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ മനസ്സിലാവും നല്ലൊരു ഹൈക്കായിരുന്നു, നല്ലൊരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഈ ഒരു ഒറ്റ ക്യാൻഡിൽ തന്നു. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലായുള്ള 40,124 ഈ ഒരു ലെവല് റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഹൈ ഇത്രയും ബ്രേക്ക് ചെയ്തതിന് ശേഷം 40,124 എന്നൊരു ലെവല് റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷനിൽ തന്നെ 11:20 ആ ഒരു ടൈമിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എൻട്രി എടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്ത ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഡേ ലോ വരെ ഞാൻ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ എത്തിയിട്ട് പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഞാൻ എൻട്രി എടുത്ത് വിത്തിൻ സെക്കൻഡ്സ് ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ നല്ലൊരു ഫാൾ തന്നു. ആ ഒരു ഫാളിൽ തന്നെ ഏകദേശം 1:2 മുകളിൽ റിസ്ക് റിവാർഡൊക്കെ തന്നിരുന്നു. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഈ ഒരു ലോ ആയിരുന്നു. ആ ലോ മീറ്റ് ചെയ്തില്ല. പിന്നീട് ഞാൻ കണ്ടത് ആ ഒരു ക്യാൻഡിൽ തന്നെ വിത്തിൻ ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണിത്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് അകത്ത് തിരിച്ച് റിവേഴ്സ് എടുക്കുന്നതേ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ലെവല് ആക്ച്വലി ഇവിടെ നിന്ന് നല്ലൊരു ബൈയിങ് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെല് ചെയ്ത ലെവൽ ഈ ഒരു ലെവലാണ്. 48,100 താഴെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന സമയത്തായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഉടനെ തന്നെ ആ ഒരു നല്ലൊരു ഫാൾ കിട്ടി. ആ ഫാളിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ബൈ ചെയ്തവർ ഇവിടെ ഒരു സ്ട്രോങ് ബൈയിങ് ബേസ് ഉണ്ട്. അപ്പോൾ ആ ബൈയിങ് ബേസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ വന്ന് തിരിച്ച് സപ്പോർട്ട് എടുത്ത് പോകുന്നതായിട്ട് കണ്ടു. അത് 47,950 ലെവലിൽ വന്ന് തിരിച്ച് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് റിവേഴ്സായി. എന്നിട്ട് മാർക്കറ്റ് ഇവിടെ വന്ന് വീണ്ടും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് കണ്ടായിരുന്നു. പിന്നീട് ഞാൻ എൻട്രി ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ബേസിക്കലി ഈ ഒരു ലെവലിൽ അടുത്തൊരു ഹൈ മീറ്റ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഈ ഒരു ക്യാൻഡിൽ 12:50 ക്യാൻഡിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്ത് മാറുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ വീണ്ടും പുതിയൊരു ട്രേഡുമായിട്ട് വീണ്ടും കാണാം.